ആരെങ്കിലും ഇസ്ലാമിന്റെ വേഷം അത് ഭീകരവാദമാണെന്ന് പറയുമ്പോ ഞങ്ങൾ അങ്ങനെ ഞെരിയാണിന്റെ മേലെ വസ്ത്രമെടുക്കുന്നവരൊന്നല്ല. ഇസ്ലാമിന്റെ താടി ഭീകരവാദമാണെന്ന് പറയുമ്പോ ഞങ്ങളങ്ങനെ താടിയുള്ളവരൊന്നുമല്ല എന്ന് പറഞ്ഞ് ചൂളിപ്പോകേണ്ടവരല്ല. ഒരു മുസ്ലിം ക്യാമ്പസിൽ നമ്മളുടെ ഇടങ്ങളിൽ ഞാനൊരു മുസ്ലിമാണ്, ഇതെന്റെ പ്രവാചകന്റെ വേഷമാണ്, ഇതെന്റെ പ്രവാചകന്റെ രൂപമാണ്, ഞാനതിൽ അഭിമാനം കാണുന്നു, ഞാനതിൽ ഇസ്സത്ത് കാണുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ജറ തൗബഹു ഖുയല ലം യൻദുരില്ല ഇലൈഹി യൗമൽ ഖിയാമഹ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുന്നവനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല. പ്രിയമുള്ളവരെ, വസ്ത്രമൊന്ന് ഞെരിയാണിയുടെ താഴെ ഇറക്കിയിട്ട് നമ്മൾ എന്തു നേടി? എന്താണ് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം? നഷ്ടങ്ങൾ ഒരുപാടാണ് പ്രിയമുള്ളവരെ. മഹാനായ ഉമർ റളിയല്ലാഹു തന്റെ അരികിൽ നമുക്ക് തോന്നും അതൊരു ചെറിയ വിഷയമല്ലേ, ഒരു ചെറിയ കാര്യമല്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്നുവോ എന്ന പരീക്ഷണം, റസൂലുള്ളാഹി പറയുന്നത് അനുസരിക്കുന്നുവോ എന്ന പരീക്ഷണം. ആ റബ്ബിന്റെ കൽപ്പനയാണ്, ആ റസൂലുള്ളാഹിയുടെ അധ്യാപനമാണ് ഒരു മുസ്ലിം പുരുഷന്റെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിൽ ഉണ്ടാകണമെന്നുള്ളത്. അതുകൊണ്ടത് നിസ്സാരമായ വിഷയമല്ല. ഏഴാനാകാശത്തിനുപരിയിൽ നിന്ന് അള്ളാഹുവിന്റെ വഹിയാണ് എന്ന് പ്രിയമുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയണം. വയറ്റിൽ കുത്തേറ്റ് താഴെ കിടക്കുന്ന ഉമർ റളിയല്ലാഹു തആലയെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിയുടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അശ്രദ്ധയിൽ ഇറങ്ങിയതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വസ്ത്രം മുകളിലേക്ക് ഉയർത്തും. പക്ഷേ അത് നിസ്സാരമായ വിഷയമല്ല. മരണശയ്യയിൽ കിടക്കുമ്പോ, വേദന കൊണ്ട് പുളയുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ ഇർഫഅ തൗബക്, ഇർഫഅ തൗബക്, നിന്റെ വസ്ത്രം ഉയർത്തണേ, നിന്റെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിലേക്ക് ഉയർത്തണേ. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക് വഅൻഖാ ലിതൗബിക്. അതാണ് നിന്റെ റബ്ബിനോടുള്ള തഖ്വ. നിന്റെ വസ്ത്രത്തിനും സൂക്ഷ്മമായത് അതാണ്. അതുകൊണ്ട് ഞെരിയാണിയുടെ മുകളിലേക്ക് വസ്ത്രമുയർത്തണേ എന്ന് പറയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിലേക്കാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.